ശരത്കാലത്തിൻ്റെ ചെറുതണുപ്പുള്ള ഒരു സാധാരണ പ്രവൃത്തി ദിനം. തീവ്രവാദ ഭീകരതയുടെ രക്തസാക്ഷിയായി മാറിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. വിമാനങ്ങൾ വന്നിടിച്ച് ഇരുട്ട ഗോപുരങ്ങൾ എരിഞ്ഞു വീണു. 2000-ലധികം മനുഷ്യർ മരിച്ചു. അതിലധികം പേർ അനാഥരായി. വെറും ചാരക്കൂമ്പാരമായ ആ സ്ഥലം ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെട്ടു. അവിടെ ഇന്നുള്ളത് മറ്റൊരു ലോകമാണ്. കണ്ണീർ വീണ് ചിറകുകൾ നനഞ്ഞ ഒരുപാട് ഓർമ്മകൾ അവിടെ പാറിക്കളിക്കുന്നു. കൃത്യസമയം രാവിലെ 8:46. ബോസ്റ്റൺ ലോഗൻ എയർപോർട്ടിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് യാത്ര തിരിച്ച അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11 5 തീവ്രവാദികൾ ഉൾപ്പെടെ 92 യാത്രക്കാരെയും വെച്ച് നോർത്ത് ടവറിൻ്റെ 93-ാം നിലയുടെയും 99-ാം നിലയുടെയും ഇടയ്ക്കായി ഇടിച്ചു കയറി. 17 മിനിറ്റുകൾക്ക് ശേഷം സമയം 9:03. ബോസ്റ്റൺ ലോഗൻ എയർപോർട്ടിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് യാത്ര തിരിച്ച യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 175 5 തീവ്രവാദികൾ ഉൾപ്പെടെ 65 യാത്രക്കാരെയും വെച്ച് വേൾഡ് ട്രേഡ് സെൻറ്റർ സൗത്ത് ടവറിൻ്റെ 77-ാം നിലയുടെയും 85-ാം നിലയുടെയും ഇടയിലായി ഇടിച്ചു കയറി. 34 മിനിറ്റുകൾക്ക് ശേഷം സമയം 9:37. വെർജീനിയയിലെ വാഷിംഗ്ടൺ ഡാലസ് എയർപോർട്ടിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ച അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77 5 തീവ്രവാദികൾ ഉൾപ്പെടെ 53 യാത്രക്കാരെയും വെച്ച് വാഷിംഗ്ടൺ DC-യിലെ അമേരിക്കൻ ഡിഫൻസ് ആസ്ഥാനമായ പെൻറ്റഗണിൻ്റെ പടിഞ്ഞാറേ വശത്ത് ഇടിച്ചു. 22 മിനിറ്റുകൾക്ക് ശേഷം സമയം 9:59. വിമാനം ഇടിച്ച് 1 മണിക്കൂർ ആവുന്നതിന് മുൻപ് തന്നെ 110 നിലയുള്ള ട്രേഡ് സെൻറ്റർ സൗത്ത് ടവർ തകർന്നു വീഴുന്നു. 4 മിനിറ്റുകൾക്ക് ശേഷം സമയം 10:03. ന്യൂജേഴ്സിയിലെ ന്യൂവാർക്ക് എയർപോർട്ടിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് യാത്ര തിരിച്ച യുണൈറ്റഡ് എയർലൈൻസ് 93 4 തീവ്രവാദികൾ ഉൾപ്പെടെ 44 യാത്രക്കാരെയും വെച്ച് പെൻസിൽവേനിയയിലെ ഷാങ്ക്സ്വില്ലിൽ തകർന്നു വീഴുന്നു. 25 മിനിറ്റുകൾക്ക് ശേഷം സമയം 10:28. 1 മണിക്കൂറിലേറെ തീയോട് പൊരുതി പരാജയപ്പെട്ട വേൾഡ് ട്രേഡ് സെൻറ്റർ നോർത്ത് ടവർ നിലം പതിക്കുന്നു. സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത സംഭ്രജനകമായ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ ടെലിവിഷനിലൂടെ നിസ്സഹായരായി കണ്ടിരുന്നു. ജീവനു വേണ്ടി രക്ഷപ്പെട്ട് ഓടുന്നവർ, അവർ വന്ന ദിശയിലേക്ക് ഒരു ജീവനെങ്കിലും രക്ഷിക്കണമെന്ന പ്രാർത്ഥനയോടെ ഓടിക്കയറുന്ന രക്ഷാപ്രവർത്തകർ. നിമിഷ നേരം കൊണ്ട് ന്യൂയോർക്ക് നഗരത്തെ പൊടിപടലങ്ങളും പുകയും കൂടിച്ചേർന്ന ചാര നിറമുള്ള ഒരു സത്വം വിഴുങ്ങി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണോ എന്ന് അന്വേഷിച്ചുള്ള ഫോൺ വിളികൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. 2977 പേരാണ് മരണമടഞ്ഞത്. 343 അഗ്നിശമന സേനാംഗങ്ങളും 37 പോർട്ട് അതോറിറ്റി ജീവനക്കാരും 23 പോലീസ് ഓഫീസർമാരും ഉൾപ്പെടെ ദുരിതത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് തന്നെ കർമ്മനിരതരായി. അവരുടെ ആത്മബലി കൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കപ്പെട്ട സാധാരണക്കാരുടെ കഥകൾ പിന്നീട് നമ്മൾ കേട്ടു. യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 93-ലെ യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് റാഞ്ചികൾക്ക് ആസൂത്രിത ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ പെൻസിൽവേനിയയിലെ ഒരു കൃഷിസ്ഥലത്ത് വിമാനം വീഴ്ത്തേണ്ടി വന്നു. വൈറ്റ് ഹൗസോ US ക്യാപിറ്റോൾ ബിൽഡിങ്ങോ ഒക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം. രക്ഷാപ്രവർത്തകരെ പോലെ തന്നെ വീരമരണം പ്രാപിച്ചവരാണ് ഈ യാത്രക്കാർ. പോലീസും പാരാമെഡിക്സും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ന്യൂയോർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്തി. ന്യൂയോർക്ക് നഗരവാസികൾ രക്ഷാപ്രവർത്തനത്തിനായി നിരത്തിലിറങ്ങി. റെസ്റ്റോറൻറ്റുകളും ദേവാലയങ്ങളും ഓഫീസുകളുമൊക്കെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുത്തു. വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന മേൽവിലാസം ഗ്രൗണ്ട് സീറോ ആയി മാറി. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഇരട്ട ഗോപുരങ്ങളിൽ നിന്ന് 8 ഏക്കറിലാണ് ഇന്ന് മെമ്മോറിയൽ പ്ലാസ ഒരുക്കിയിരിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് പൂൾസ് എന്നറിയപ്പെടുന്ന ഓരോ ഏക്കർ വീതം വലുപ്പമുള്ള 2 ജലാശയങ്ങളാണ് ഈ ഉദ്യാനത്തിൻ്റെ ഹൃദയഭാഗം. വെങ്കലത്തിൽ തീർത്ത അരഭിത്തിയിൽ മരിച്ചവരുടെ പേരുകൾ കുത്തിവെച്ചിട്ടുണ്ട്. 2983 പേരുകളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മീനിങ്ഫുൾ അഡ്ജസൻസീസ് നോക്കിയിട്ടാണ് പേരുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അക്ഷരമാല ക്രമത്തിലല്ല, മറിച്ച് ഒരുമിച്ച് ജോലി ചെയ്തവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങൾ നോക്കിയിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജലാശയങ്ങളുടെ ശില്പി എന്നത് മൈക്കിൾ അറഡ് എന്ന ആർക്കിടെക്റ്റാണ്. റിഫ്ലക്റ്റിംഗ് ആബ്സൻസ് എന്ന ആശയമാണ് ഇതിൻ്റെ രൂപകൽപ്പനയുടെ പിന്നിൽ. മധ്യഭാഗത്തുള്ള ശൂന്യത നഷ്ടത്തെയും നിരന്തരമായി ഒഴുകുന്ന ജലം ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഗ്രൗണ്ട് സീറോ എന്ന പേര് ദുരന്തത്തിൻ്റെ തീവ്രതയെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ മെമ്മോറിയൽ പ്ലാസ പ്രാർത്ഥനാഭരിതമായ ഓർമ്മപ്പെടുത്തലും ഒരു ജനതയുടെ പ്രത്യാശയോടുള്ള തിരിച്ചുവരവുമാണ് ഉൾക്കൊള്ളുന്നത്.